1980-കളിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പുഷ്കലകാലത്താണ് ബഹിരാകാശവും വാനശാസ്ത്രവുമൊക്കെ ആവേശമായി അന്നത്തെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ മനസ്സിലും ചിന്തകളിലും പടർന്നു കയറിയത്. സുഹൃത്തുക്കളെ, ആ ഹൈസ്കൂൾ വിദ്യാർത്ഥി ഞാനായിരുന്നു. വൈകാതെ ബഹിരാകാശ ശാസ്ത്രജ്ഞർ ദൈവങ്ങളെപ്പോലെയായി. ആര്യഭട്ടയും ഭാസ്കരയും സ്പുട്നിക്കും സൊയൂസും അപ്പോളോയുമെല്ലാം കൂടപ്പുറപ്പുകളായി. ബഹിരാകാശ ദുരന്തങ്ങൾ കുടുംബത്തിലുണ്ടായ മരണങ്ങൾ പോലെ കണ്ണീരിൽ കുതിർന്നു. അങ്ങനെയൊരു ദിനമാണ് പരിഷത്തിൻ്റെ ഒരു ശാസ്ത്രകലാജാഥയിൽ നിന്നും ഹാലിയുടെ വാൽനക്ഷത്രം എന്നാദ്യമായി കേട്ടത്. പ്രത്യേകതയൊന്നും തോന്നാത്ത ഒരു പേരാണെങ്കിലും അത് ഉള്ളിലെവിടെയോ തറച്ചു. 76 വർഷത്തിലൊരിക്കൽ ഭൂമിയുടെ സമീപത്തുകൂടി കടന്നു പോകുന്ന ആ വാൽനക്ഷത്രം 1986 മാർച്ച് മുതൽ 2 മാസത്തേക്ക് നഗ്നനേത്രങ്ങൾക്ക് ദൃശ്യമാകാൻ പോകുന്നു എന്ന വാർത്ത മനസ്സിൽ നിറച്ച ആവേശം ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായിരുന്നു. SSLC പരീക്ഷ കഴിഞ്ഞ ആരവം ഉള്ളിലും പുറത്തും തിരതള്ളുന്ന ഒരു സായാഹ്നത്തിൽ ആകാശവാണിയിലൂടെ ആ വാർത്ത ഒഴുകിയെത്തി. ഹാലി ദൃഷ്ടിഗോചരമായിരിക്കുന്നു. അതിരാവിലെ തെക്കുകിഴക്കേ ചക്രവാളത്തിൽ ഹാലിയെ കാണാം. ഉറക്കം വരാത്ത ഒരു രാത്രി ഒരു വിധം തള്ളി നീക്കി. മാർച്ച് 23 സരസ്വതീയാമത്തിൽ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായ ആ കാഴ്ച കൺനിറയെ കണ്ടു. കൃത്യമായി തെക്ക് കിഴക്കേ ചക്രവാളത്തിലെ തെളിഞ്ഞ മാനത്ത് ഹാലി കീഴ്ക്കാം തൂക്കായി തിളങ്ങി വിളങ്ങുന്നു. ജീവിതത്തിൽ ആദ്യമായി സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ സന്ദർഭമായി ആ മാർച്ച് 23 പുലർകാലം തലമുറകൾക്ക് പകർന്നു നൽകാനുള്ള അനുഭവത്തിൻ്റെ ഒരു മഹാനിധിയായി. സുഹൃത്തുക്കളെ, നമുക്കിന്ന് വാൽനക്ഷത്രങ്ങളെ പറ്റിയും ഹാലിയുടെ വാൽനക്ഷത്രത്തെ പറ്റിയും സംസാരിക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന പലവിധ അസ്വസ്ഥതകളാണ് വാൽനക്ഷത്രത്തിൻ്റെ രൂപത്തിൽ ദൃഷ്ടിഗോചരമാകുന്നത് എന്നായിരുന്നു അരിസ്റ്റോട്ടിലിൻ്റെ സിദ്ധാന്തം. വാൽനക്ഷത്രങ്ങൾ ചന്ദ്രന് പിന്നിൽ എവിടെയോ ആണ് കിടക്കുന്നത്. ഭൂമിയിൽ കഷ്ടകാലം വരുന്നതിൻ്റെ സൂചനയായാണ് ഇവ പ്രത്യക്ഷപ്പെടുന്നത് എന്നും വിശ്വസിക്കപ്പെട്ടിരുന്നു. കാരണം ഇവ വളരെ അപൂർവമായിട്ട് മാത്രമാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. പേരിലൊരു നക്ഷത്രമുണ്ട് എന്നതൊഴിച്ചാൽ ഇവന് നക്ഷത്രവുമായി ഒരു ബന്ധവുമില്ല. കടലും കടലാടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കടലിലുമുണ്ടൊരു കടൽ, കടലാടിയിലുമുണ്ടൊരു കടൽ, അത്രയേ ഉള്ളൂ. ശൂന്യാകാശത്തിൻ്റെ ഇരുണ്ട അഗാധതകളിൽ ഗതികിട്ടാപ്രേതങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പ്രപഞ്ച വസ്തുക്കളാണിവ. സാന്ദ്രത കുറഞ്ഞ പൊടിപടലങ്ങൾ, ഖരരൂപത്തിലായ കാർബൺ ഡയോക്സൈഡ് തുടങ്ങിയവയെല്ലാം കൂടി ചേർന്ന ഒരു വലിയ പാറയാണ് വാൽനക്ഷത്രത്തിൻ്റെ ന്യൂക്ലിയസ്. ചുറ്റിത്തിരിഞ്ഞ് സൂര്യനും നക്ഷത്രങ്ങൾക്കുമൊക്കെ സമീപമെത്തുമ്പോൾ ഇതിലെ സാന്ദ്രത കുറഞ്ഞ വസ്തുക്കൾ, അതായത് ഡെൻസിറ്റി കുറഞ്ഞ വസ്തുക്കളും വാതകങ്ങളും ചൂടായി ബാഷ്പീകരിക്കപ്പെട്ട് ന്യൂക്ലിയസിന് ചുറ്റും കോമ എന്ന ഭാഗവും വാതകങ്ങളും പൊടിപടലങ്ങളും പിന്നിൽ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. വേഗത്തിലോടുന്ന ഒരു അത്ലറ്റിൻ്റെ മുടി പിന്നിലേക്ക് നിൽക്കുന്നത് പോലെ, ഓടുന്ന ഒരു ബോട്ടിൽ, വെള്ളത്തിൽ കൂടി ഓടുന്ന ഒരു ബോട്ടിന് പിന്നിൽ നീളത്തിൽ ഓളപ്പാത്തുകൾ രൂപപ്പെടുന്നത് പോലെ പ്രകാശമേൽക്കുമ്പോൾ ഇത് മനോഹരമായ ഒരു വാലായി തിളങ്ങുന്നു. അപൂർവമായി മാത്രം നക്ഷത്രങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ അഭൗമ വസ്തുവിനെ ആരോ എപ്പോഴോ വാൽനക്ഷത്രം എന്ന് വിളിച്ചു. അതിന്നും തുടരുന്നു. അതായത് വാൽനക്ഷത്രത്തിൻ്റെ വാൽ എന്ന് പറയുന്നത് സൂര്യന് സമീപമെത്തുമ്പോൾ മാത്രമുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ നക്ഷത്രങ്ങളുടെ സമീപം. അകന്നു പോകുന്തോറും വാൽ ചെറുതായി ഒരു പാറക്കഷ്ണം മാത്രമായി അനന്തശൂന്യതയിലേക്ക് വിലയം പ്രാപിക്കും. തൻ്റെ വിഖ്യാതമായ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകത്തിലാണ് ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ സിദ്ധാന്തവും പ്രപഞ്ചഗോളങ്ങളുടെ ചലന നിയമങ്ങളുമെല്ലാം വിശദീകരിച്ചത്. പക്ഷേ അതിൽ മനഃപൂർവ്വമെന്നോണം വാൽനക്ഷത്രങ്ങളെ അദ്ദേഹം വിട്ടുകളഞ്ഞു. തൻ്റെ ആത്മസുഹൃത്ത് എഡ്മണ്ട് ഹാലി നടത്തുന്ന വാൽനക്ഷത്രങ്ങളെ പറ്റിയുള്ള ഗവേഷണങ്ങൾ അറിയാമായിരുന്ന ന്യൂട്ടൺ ആ കണ്ടെത്തലുകളുടെ ക്രെഡിറ്റ് തൻ്റെ സുഹൃത്തിന് തന്നെ കിട്ടട്ടെ എന്ന് കരുതിയിരിക്കണം. അങ്ങനെ 1705 പുറത്തിറങ്ങിയ ഹാലിയുടെ
സിനോപ്സിസ് ഓഫ് അസ്ട്രോണമി ഓഫ് കോമറ്റ്സ് എന്ന പുസ്തകത്തിൽ ന്യൂട്ടൻ്റെ ഗുരുത്വ നിയമങ്ങൾ അടിസ്ഥാനമാക്കി വാൽനക്ഷത്രങ്ങളുടെ സഞ്ചാരപഥങ്ങൾക്ക് വിശദീകരണമുണ്ടായി. ഗവേഷണത്തിനിടയിൽ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് സഞ്ചരിച്ച എഡ്മണ്ട് ഹാലി കൃത്യമായ ഇടവേളകളിൽ ഭൂമിയിൽ ദൃശ്യമായ ഒരു വാൽനക്ഷത്രത്തിനെ പറ്റിയുള്ള പരാമർശങ്ങൾ ശ്രദ്ധിച്ചു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ 1531, 1607, 1682 എന്നീ വർഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വാൽനക്ഷത്രങ്ങളുടെ സ്വഭാവം ഒരേപോലെയായിരുന്നു എന്ന് മനസ്സിലായി. അതിൽ നിന്നും ഈ 3 വാൽനക്ഷത്രങ്ങളും ഒന്ന് തന്നെയാണ് എന്ന നിഗമനത്തിൽ അദ്ദേഹം എത്തി. അങ്ങനെ ഭ്രമണപഥം കൃത്യമായി കണക്കാക്കി 76 വർഷങ്ങൾക്ക് ശേഷം 1758 ഈ വാൽനക്ഷത്രം ഭൂമിയെ തേടി എത്തും എന്ന് അദ്ദേഹം പ്രവചിച്ചു. പക്ഷേ 1758 ഡിസംബർ വരെ ഇവനെ കാണാതിരുന്നപ്പോൾ ശാസ്ത്രലോകം പതുക്കെ ഹാലിയെ മറക്കാൻ തുടങ്ങി. ഒടുവിൽ വാനശാസ്ത്ര മോഹികളുടെ പ്രതീക്ഷകളുടെ നീലാകാശത്തെ പ്രകാശമാനമാക്കിക്കൊണ്ട് 1759 മാർച്ചിൽ അവൻ വന്നെത്തുക തന്നെ ചെയ്തു. ശനിയുടെയും വ്യാഴത്തിൻ്റെയും സമീപത്തുകൂടി കടന്നു വന്നപ്പോൾ പാതയിലുണ്ടായ ചെറിയ വ്യതിയാനമായിരുന്നു ഇവനെ ഇത്തിരി വൈകിച്ചത്. തൻ്റെ മഹത്തായ പ്രവചനം യാഥാർത്ഥ്യമാകുന്നത് കാണാൻ കാത്തുനിൽക്കാതെ 1742 തന്നെ എഡ്മണ്ട് ഹാലി യാത്രയായിരുന്നു. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ വാനശാസ്ത്ര അത്ഭുതത്തിന് മഹാനായ ശാസ്ത്രജ്ഞൻ്റെ പേര് തന്നെ നൽകിയാണ് ലോകം ആദരിച്ചത്. പിന്നീട് 1835 1910 ഹാലി ഭൂമിയുടെ ആകാശം ചുംബിച്ചു. 1910 ആദ്യമായി ഹാലി ക്യാമറയിലും പതിഞ്ഞു. 1910 1986 ഇടയ്ക്കുള്ള 76 വർഷത്തിൽ ചരിത്രത്തിൻ്റെ ചക്രം തിരിഞ്ഞത് അതിവേഗത്തിലാണ്. ചിറകുകൾ മുളച്ച മനുഷ്യൻ ഭൂഖണ്ഡങ്ങൾ താണ്ടി പറന്നു. അണുശക്തിയുടെ കരുത്ത് ഹിരോഷിമയുടെ മുകളിൽ തീമഴയായി പെയ്തിറങ്ങി. 2 ലോകമഹായുദ്ധങ്ങളിലൂടെ രാജ്യാതിർത്തികൾ മാത്രമല്ല മനുഷ്യൻ്റെ ചിന്താരീതികൾ പോലും മാറിമറിഞ്ഞു. ന്യൂട്ടൺ എന്ന വടവൃക്ഷം ഐൻസ്റ്റീൻ എന്ന സൗമ്യതയ്ക്ക് മുൻപിൽ കടപുഴകി. മനുഷ്യൻ്റെ വിജ്ഞാന തൃഷ്ണയും കഠിനാധ്വാനവും അമ്പിളിമാമനിൽ വരെ വിജയക്കൊടി നാട്ടി. നിതാന്ത ജാഗ്രതയുമായി നമ്മുടെ ആകാശദൂതന്മാരായ കൃത്രിമോപഗ്രഹങ്ങൾ സൗരയൂഥം വരെ താണ്ടി. 1986 ഹാലിയെ വരവേൽക്കാൻ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സോവിയറ്റ് യൂണിയനും വൻ തയ്യാറെടുപ്പുകൾ തന്നെ നടത്തിയിരുന്നു. 1986 ജനുവരിയിൽ അമേരിക്കയുടെ സ്പേസ് ഷട്ടിൽ ചലഞ്ചർ തകർന്നത് കാരണം നാസ ദൗത്യങ്ങളിൽ നിന്നും പിന്മാറി. ഒരു താഴ്ന്ന ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഷട്ടിലിൽ നിന്നും ഹാലിയെ നിരീക്ഷിക്കാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ ചാലഞ്ചർ ദുരന്തം കാരണം ഷട്ടിൽ ദൗത്യങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. പിന്നെയുണ്ടായിരുന്നത് യൂറോപ്പിൻ്റെ ഗിയോട്ടോ, സോവിയറ്റ് യൂണിയൻ്റെ വേഗ എന്നിവയായിരുന്നു. ഇത് രണ്ടും ഹാലിയുടെ ന്യൂക്ലിയസിന് 8000 കിലോമീറ്റർ വരെ സമീപമെത്തി അപൂർവ ചിത്രങ്ങൾ പകർത്തി. വാൽനക്ഷത്രങ്ങളെ പറ്റിയുള്ള പഠനം പ്രപഞ്ചോൽപത്തിയിലേക്ക് വരെ നീളുന്നതാണ് എന്നതുകൊണ്ട് തന്നെ ഹാലിയുടെ വരവിന് അതീവ പ്രാധാന്യമുണ്ടായിരുന്നു. ഇത്രയെടുത്ത് ഇത്രയും സമയം ഒരു വാൽനക്ഷത്രത്തെ കിട്ടുക എന്നത് ഇനിയും 76 കൊല്ലത്തിനപ്പുറമാണ് എന്നത് പ്രാധാന്യം വർദ്ധിപ്പിച്ചു. 1 മാസത്തോളം പുലർകാല ഗഗനത്തെ പ്രകാശമാനമാക്കിക്കൊണ്ട് ഹാലി തൽക്കാലത്തേക്ക് കണ്ണിൽ നിന്നു മറഞ്ഞു. ഇഷ്ടൻ ഭ്രമണത്തിനിടയിൽ സൂര്യന് പിന്നിൽ ഒരു ഒളിച്ചുകളി നടത്തിയതാണ്. 3 ആഴ്ചയ്ക്ക് ശേഷം സന്ധ്യമയങ്ങിയ ആകാശത്ത് വീണ്ടും ഹാലിയുടെ പ്രപഞ്ച നാടകം തുടങ്ങി. ഇത്തവണ വാൽ പിന്നിലൊളിപ്പിച്ച് ചന്ദ്രനേക്കാൾ ഇത്തിരി കൂടി വലിയ ഒരു പ്രകാശമായി. 1986 മെയ് പകുതിയോടെ പുലരിയുടെ 17ാമത്തെ കാറ്റിൽ മറഞ്ഞു പോകുന്ന പത്മരാജൻ്റെ ഗന്ധർവനെ പോലെ ഹാലി കണ്ണിൽ നിന്ന് മറഞ്ഞു. ഒരു ജന്മസാഫല്യത്തിൻ്റെ നെടുവീർപ്പുകൾ ഈ ചെറുഗോളത്തിലെ വാനശാസ്ത്ര ഭ്രാന്തന്മാർക്ക് നൽകിക്കൊണ്ട് 1986 ജനുവരിയിൽ അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തിയ സ്പേസ് ഷട്ടിൽ ചലഞ്ചറിൻ്റെ കണ്ണീരോർമ്മകൾ 3 മാസത്തിന് ശേഷം ആനന്ദാശ്രുക്കൾക്ക് വഴിമാറിയ നിമിഷം. ഈ തലമുറയിൽ ജനിക്കാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമാണ് എന്ന് കരുതാനുള്ള കാരണങ്ങളിൽ പ്രഥമ സ്ഥാനം തന്നെയുണ്ട് ഹാലിയുടെ വാൽനക്ഷത്രത്തിന്. എത്ര പറഞ്ഞാലും മതിയാവില്ല കൂട്ടുകാരെ ആ മീനമാസ വാനം നൽകിയ കോരിത്തിരിപ്പുകൾ. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി.
മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.